Hey guys, welcome to my YouTube channel AR Legal Points. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 20 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. റൈറ്റ്സ് ഓഫ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ. ഒരു അക്യൂസ്ഡ് പേഴ്സണ് റൈറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, സെക്കൻഡ് വൺ ഈസ് ഡബിൾ ജിയോപാഡി ആൻഡ് തേർഡ് വൺ ഈസ് സെൽഫ് ഇൻക്രിമിനേഷൻ. അപ്പം ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോസ് എന്നാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തു. ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഒഫൻസ് അല്ലായിരുന്നു. പിന്നീട് ഇത് ഒഫൻസ് ആയെന്നും പറഞ്ഞ് അയാളെ ആ ആക്ടിന് പിടിച്ച് ശിക്ഷിക്കാൻ പറ്റില്ല. എ പേഴ്സൺസ് കനോട്ട് ബി പണിഷ്ഡ് ഫോർ ആൻ ആക്ട് ദാറ്റ് വാസ് നോട്ട് എ ക്രൈം വെൻ കമ്മിറ്റഡ്. ഇത് ക്രിമിനൽ ലോസിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ, നോട്ട് സിവിൽ ലോ. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് കേസിലും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു 5 ഇയർ ടേമിലായിരുന്നു ഒരു ഒഫൻസിന് പണിഷ്മെൻറ്റ്. ദെൻ അത് ലേറ്റർ അതൊരു 10 ഇയർ ആക്കി. ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് 5 ഇയർ പണിഷ്മെൻ്റ് ആയിരുന്നെങ്കിൽ ആ 5 ഇയർ തന്നെ അയാൾക്ക് കിട്ടത്തുള്ളൂ, 10 ഇയർ കിട്ടില്ല. അടുത്ത ആർട്ടിക്കിൾ 20 ക്ലോസ് 2 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഒഫൻസിന് പണിഷ്മെൻറ്റ് ഓൾറെഡി കിട്ടി. ദെൻ ആ സെയിം ഒഫൻസിന് നമ്മളെ വീണ്ടും പണിഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 20 ക്ലോസ് 3 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. ഇത് നമ്മളെ തന്നെ വിറ്റ്നസ് ആക്കി നമ്മുടെ കേസിൽ വെക്കാൻ പാടില്ല. ഞാനൊരു കുറ്റം ചെയ്തു, എനിക്കെതിരെ തന്നെ വിറ്റ്നസ് ആക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് AR ലീഗൽ പോയിന്റ്സ്. ബൈ ബൈ.